നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോട്ടിവേഷണൽ സ്പീച്ചിനിടെ തെറി അഭിഷേകം നടത്തിയ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറെ കാണികൾ ഇറക്കിവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കോഴിക്കോട് CSWയുടെ ബിസിനസ് മീറ്റിംഗിനിടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറായ അനിൽ ബാലചന്ദ്രനെയാണ് സദസ്യർ കൂക്കി വിളിച്ച് പുറത്തുവിട്ടത്. വ്യവസായികളെ പ്രചോദിപ്പിക്കാൻ പറഞ്ഞതെല്ലാം വിനയായി. തെണ്ടി എന്ന വിളി സദസ്സിലുള്ളവർ ചോദ്യം ചെയ്തു. 4 ലക്ഷം രൂപയും GSTയും അടക്കമാണ് ഇയാൾ പ്രതിഫലമായി വാങ്ങിയത്. 5000ഓളം ആളുകളെ പ്രതീക്ഷിച്ച ചടങ്ങിൽ ഗായിക സിത്താരയുടേതടക്കം സംഗീത നിശയും ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് അനിൽ ബാലചന്ദ്രൻ എത്തിയത് 1 മണിക്കൂർ വൈകിയാണ്. സ്റ്റേജിൽ കയറിയ ഇയാൾ ബിസിനസ്സുകാരെ അസഭ്യം പറയാൻ തുടങ്ങിയത്. ഇതിന്റെ വീഡിയോ വൈറലായതിന് പിന്നാലെ സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അസഭ്യ വാക്കുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് മോട്ടിവേഷൻ പ്രഭാഷകൻ അനിൽ ബാലചന്ദ്രന്റെ പരിപാടി നിർത്തിവെച്ച സംഭവത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം രംഗത്ത് വരികയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഫല വിവാദ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ബൽറാമിന്റെ പ്രതികരണം. അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ് ബൽറാം പങ്കുവച്ചത്. ബൽറാമിന്റെ കുറിപ്പ് പൂർണ്ണരൂപത്തിൽ: കേട്ടിരിക്കുന്ന ആളുകളെ തെറി വിളിച്ച് മോട്ടിവേഷൻ വാരി വിതറുന്ന അനിൽ ബാലചന്ദ്രനെ 1.5 മണിക്കൂറിന് 4 ലക്ഷം രൂപ പ്രതിഫലം. കാരണം ഇവിടെ കേൾവിക്കാർ പ്രതീക്ഷിക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ വികാസവും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ്. എന്നാൽ ഗഹനമായ പഠനങ്ങളുടെയും മൗലികമായ വീക്ഷണങ്ങളുടെയും പിൻബലത്തിൽ 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പ്രതിഫലം വെറും 2400 രൂപ. ഇവിടെ വിഷയം മഹാകവി കുമാരനാശാന്റെ കവിതകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പൊതുവായ ചില രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾ. ഇപ്പോഴത്തെ വിവാദത്തിൽ എനിക്ക് താല്പര്യം തോന്നിയത് ഈ ഒരു ആംഗിളിലാണ്. മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വിഷയത്തിനും പ്രഭാഷകനുമുള്ള മൂല്യവ്യത്യാസത്തെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാനാവുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായ വളർച്ചയും പൊതുവായ സാമൂഹിക കാര്യങ്ങളും തമ്മിൽ താരതമ്യം ഉണ്ടാവുമ്പോൾ മലയാളികൾ ഓരോന്നിനും നൽകുന്ന വെയിറ്റേജ് തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ഒരു കാരണം ഇതാണെന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് കമന്റുമായി രംഗത്ത് വരുന്നത്. നിരവധി ട്രോളുകളും വരുന്നുണ്ട്. ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടിയിൽ മതിയായ ശ്രോതാക്കൾ ഇല്ലെന്ന് പറഞ്ഞ് അനിൽ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്ന് വേദിയിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട്. പിന്നീട് സംഘാടകർ അനുനയിപ്പിച്ചാണ് ഇയാൾ വേദിയിലെത്തിയത്. 1 മണിക്കൂർ വൈകിയായിരുന്നു പരിപാടി തുടങ്ങിയത്. പ്രസംഗം ആരംഭിച്ച് അധികം വൈകാതെ ഇയാൾ ശ്രോതാക്കൾക്ക് നേരെ തെറിവിളി ആരംഭിച്ചു. കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടങ്ങിയത്. തുടർന്നും വ്യവസായികളെ ഇത്തരത്തിൽ വിളിച്ചുകൊണ്ട് തെറിവിളി തുടർന്നതോടെ പ്രശ്നം തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ ഇത്തരത്തിൽ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാണികളിൽ ഒരാൾ രംഗത്ത് വന്നതിന് പിന്നാലെ ബഹളവും പ്രതിഷേധവുമായി എത്തി. ആദ്യമൊക്കെ പ്രതിരോധിക്കാൻ അനിൽ ബാലചന്ദ്രൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് പരിപാടി അവസാനിപ്പിച്ചതായി സംഘാടകർ അറിയിച്ചു. അനിൽ അനുവദിച്ച സമയം 4 മണി വരെ ആയിരുന്നുവെന്നും എന്നാൽ ഇയാൾ കൂടുതൽ സമയം എടുത്തതിനാൽ മറ്റു പരിപാടികളും താമസിക്കുകയായിരുന്നുവെന്നും സംഘാടകർ അറിയിച്ചു.